വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് റെഡിയായി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാജിക്കൽ ബ്യൂട്ടി ഓഫ് നേച്ചർ കാണാനാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പോയത് പെട്രോൾ പമ്പിലേക്കാണ്. ആ സമയത്ത് ഞാൻ പോയിട്ട് ക്രോസൻറ്റും കോഫിയും വാങ്ങിച്ചു വെച്ച് നമുക്ക് പോകുന്ന വഴിക്ക് കുടിക്കാനൊക്കെ ആയിട്ട് ബെഡിൽ നിന്ന് നേരെ എടുത്ത് കാർ സീറ്റിൽ ഇരുത്തിയതാണ് നിച്ചുവിനെ. സ്റ്റിൽ ഉറക്കമാണ്. സൺറൈസ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈറ്റിൽ ഈ ഒരു മോസ്ക് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. സൺറൈസ് ആയെങ്കിലും സൂര്യൻ ഇപ്പോഴും ആ ഒരു ക്ലൗഡ്സിനിടയിലായപ്പോൾ ആ ഒരു ലൈറ്റ് വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ രാവിലെ എണീറ്റ് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. എനിക്ക് അത് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല, പക്ഷേ ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു സമയത്ത് പോയാലേ കാണാൻ പറ്റും. സോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊർഫക്കാൻ മൗണ്ടെയിൻസിലോട്ടാണ്. അവിടെ നിങ്ങൾ എന്താ കാണാൻ പോകുന്നതെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കേട്ടോ, പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഈ റൂട്ടിൽ 3 ലോങ് ടണൽസ് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ടണലാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ലൊരു ലോങ് ടണലായിരുന്നു ഇത്. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് പോലും നമ്മൾ ആ എൻഡ് കാണുന്നുണ്ടെങ്കിലും അങ്ങോട്ട് എത്താൻ ഒരുപാട് സമയം എടുത്തു. നമ്മൾ പോകുന്ന റൂട്ടിലെ ടണൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കാണണം എന്ന് പറഞ്ഞ ആളായിരുന്നു കേട്ടോ നിച്ചു. പക്ഷേ ഇങ്ങോട്ട് കയറിയപ്പോൾ ആള് നല്ല ഉറക്കമായിരുന്നു. ഈ ഒരു ടണൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതാണ് ലോങ്ങസ്റ്റ് ടണൽ എന്നാണ്. പക്ഷെ അതൊക്കെ വെറുതെ ആയിരുന്നു പിന്നെയാണ് മനസ്സിലായത്. ഒരു ടണലിന്റെ എക്സിറ്റ് കാണുമ്പോൾ ഇത്രയും സന്തോഷം എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് അന്നാണ് കേട്ടോ മനസ്സിലായത്. ആ പുറത്തേക്ക് വരുമ്പോൾ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടിയൊക്കെ പോയി കഴിയുമ്പോൾ ഷീസ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം, ഒരു ഷോപ്പിംഗ് ഓപ്ഷൻ ഒക്കെ ഒരുപാടുണ്ട്. വേറെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് സെക്കൻഡ് ടണൽ വന്നിട്ട്. ഇത് അത്ര ലോങ് അല്ല, അതാ ഇപ്പൊ തന്നെ നമുക്ക് എക്സിറ്റ് കാണുന്നുണ്ട്. അപ്പൊ ഫൈനലി ഇതാ ഈ കാണുന്നതാണ് തേർഡ് ടണൽ വന്നിട്ട്. ഇതിനകത്തേക്ക് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഈ ഒരു ടണലിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ബാക്കി രണ്ടും എത്ര ചെറുതായിരുന്നു എന്നുള്ളത്. കുറച്ചു ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പം എന്റെ ഉള്ളിൽ ആ ഒരു ക്ലോസ്ട്രോഫോബി ഇങ്ങനെ തലപൊക്കി വരാൻ തുടങ്ങി. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടായിരുന്നു. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് ആക്ച്വലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ടണലല്ല. ഇതിങ്ങനെ വളഞ്ഞു വളഞ്ഞ് വളഞ്ഞ് മീൻസ് നമ്മളൊരു വലം വെക്കുന്ന പോലെ ആയിരുന്നു ഇത് കടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്താത്ത പോലെ, ഒട്ടും എത്താത്ത പോലെ തോന്നും. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ടുമാണ് നിങ്ങൾ ഈ കാണുന്നത് എത്ര സമയം എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. നമ്മുടെ മൗണ്ടൻ കയറാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ അറ്റത്ത് കാണുന്നത് കൊർഫക്കാൻ ബീച്ചാണ് കേട്ടോ. മറ്റേ വാട്ടർ സ്പോർട്സ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ബീച്ചാണ്. സോ ഈ ഒരു സീ ലെവലിൽ നിന്ന് കയറി നമുക്കിനി മുകളിൽ എത്തണം. അവിടെയാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എൻട്രൻസ് ചെക്ക് പോയിന്റ്. ഇവിടെ നിന്ന് കയറുമ്പോൾ നമുക്ക് പേയ്മെന്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ തുടങ്ങിയാണ് നമ്മുടെ ആ ഒരു പോയിന്റിലേക്ക് പോകാനുള്ള റോഡ് വേ വരുന്നത്. ഒരു 5.6 കിലോമീറ്റർ റോഡ് വേ ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ആ ഒരു 5.6 കിലോമീറ്റർ നമുക്കിനി മുന്നോട്ട് പോകണം. മുന്നോട്ട് മീൻസ് മുകളിലേക്ക് കയറണം. ആ പോകുന്ന വഴിക്ക് തന്നെയുള്ള വ്യൂ ഉണ്ടല്ലോ, നല്ല കിടിലം വ്യൂ ആണ്. അപ്പൊ മുകളിലെത്തിയുള്ള വ്യൂ എന്തായിരിക്കും? കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ ആ ഒരു ക്ലൗഡ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഒന്നും കാണാനേ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഫുൾ ക്ലൗഡ്സ് ആയിരുന്നു. ഇനി അങ്ങോട്ട് ഡ്രൈവിംഗ് കുറച്ച് ശ്രദ്ധിച്ച് വേണം പോകാൻ. കാരണം നമുക്ക് പ്രോപ്പർ ഒരു ഫ്രണ്ട് റോഡ് വ്യൂ ഇല്ല. സോ നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ലൗഡ്സ് ഇങ്ങനെ വ്യൂ ബ്ലോക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലൗഡ്സും കാര്യങ്ങളും ഒന്നുമില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ക്ലൗഡ്സിന് മേളിലൂടെയാണ്. നിങ്ങളൊന്ന് നോക്കിയാൽ റൈറ്റ് സൈഡിലോട്ട് എന്ത് ഭംഗിയാണ് കാണാൻ. ഫൈനലി നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് വന്നിട്ട് അൽ സുഹൂബ് റെസ്റ്റ് ഏരിയ ആണ്. ഇത് സീ ലെവലിൽ നിന്ന് ഏകദേശം 600 മീറ്റർ മുകളിലാണ് ഉള്ളത്. ഇവിടെ വന്നപ്പോൾ എന്റെ ഫസ്റ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സംഭവമാണ് ഞാൻ ആദ്യം കാണുന്നത്. എന്റെ ഫസ്റ്റ് ടൈമാണ് എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു പ്ലേസ് കാണുന്നത്. നമ്മുടെ UAE ഈ ഒരു ഫീല് കിട്ടുന്നത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണിത്. ആക്ച്വലി നമുക്ക് ഇവിടുന്ന് കൊർഫക്കാന്റെ 360 ഡിഗ്രി പാനോരമിക് വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത്. കാരണം കംപ്ലീറ്റ് നമുക്ക് ചുറ്റി നടന്ന് ഫുൾ വ്യൂ നമുക്ക് കിട്ടും. നിങ്ങളിപ്പോൾ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊർഫക്കാൻ സിറ്റി ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഓരോ പോയിന്റിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയില്ല ഞാൻ എത്രത്തോളം ഫോട്ടോസാണ് എടുത്ത് കൂട്ടിയത്. ഈ ഒരു സോസർ ഷേപ്പുള്ള ബിൽഡിങ്ങിന്റെ അകത്താണ് കേട്ടോ റെസ്റ്റോറന്റ്, റെസ്റ്റ് റൂംസ് ഒക്കെ വരുന്നത്.
ക്ലിപ്പ് നിങ്ങൾ കണ്ടോ? ഇത് കണ്ടിട്ട് ശരിക്കും മാജിക്കലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഒരു ഡിവൈനിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താന്ന് വെച്ചാൽ പണ്ട് TV-യിൽ പുരാണ സീരിയൽ കാണിക്കുമ്പോൾ അതിൽ ദേവലോകം കാണിക്കും. ആ ഒരു സെറ്റപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഒരു ഹെവൻലി ഫീൽ ആയിരുന്നു. പിന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ സീനറിയുടെ കൂടെ ലോൺ ഏരിയയും ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ടും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലേ ഏരിയയിലോട്ടൊന്നും അങ്ങനെ പോയില്ല. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. ഈ ഒരു റെസ്റ്റോറന്റിൽ മിനിമം 50 ദിർഹംസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 hours കൂടെ ഫ്രീ പാർക്കിംഗ് കിട്ടും കേട്ടോ. ഈ ഒരു റെസ്റ്റോറന്റ് മോർണിംഗ് 7 AM തൊട്ട് നൈറ്റ് 11 PM വരെ ഓപ്പൺ ആയിരിക്കും. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് 7 AM to 11 AM ആണ്. നമ്മൾ ഈ കാണുന്ന ഒരു കിടിലം വ്യൂ നോക്കിയിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ ഒരു വ്യൂ നോക്കിയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഏതൊരു ഫുഡും കഴിക്കുന്നത്. ഓർഡർ ഒക്കെ കൊടുത്തിട്ട് ഞാനൊന്ന് താഴെ വാഷ്റൂമിൽ പോവാണ്. ഇതിന്റെ താഴത്തെ ഫ്ലോറിൽ തന്നെ വാഷ്റൂം വരുന്നുണ്ട്. മെൻ ആൻഡ് വിമൻ സെപ്പറേറ്റ് വരുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള വാഷ്റൂമാണ്. ഞാൻ വെച്ചാൽ ഡിഫറെന്റ് ഫ്ലേവറിലുള്ള ഓംലെറ്റ് കോംബോ ആണ് പറഞ്ഞത്. നിച്ചൊരു പാൻ കേക്ക് ആണ് ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തത് എഗ് വൈറ്റ് ഓംലെറ്റ് ആയിരുന്നു. അതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് പറഞ്ഞത് മഷ്റൂം ആണ്. പിന്നെ അതിന്റെ കൂടെ ബ്രെഡും ബട്ടറും ഒരു സ്വീറ്റ് സോസ് ഒക്കെ വരുന്നുണ്ട്. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട വ്യൂവേ അല്ലല്ലോ, കംപ്ലീറ്റ്ലി മാറിയില്ലേ? ഫുൾ ക്ലൗഡ്സും പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് കൊർഫ്ഖാൻ ബീച്ച് ഏരിയയും സിറ്റി ഏരിയ ആയിട്ടാണ്. ഇത് ഞാൻ വന്നപ്പോൾ തന്നെ വ്യൂ കാണിച്ചൊരു ഏരിയ ആണ്. കംപ്ലീറ്റ്ലി ക്ലൗഡ്സും പോയിട്ടുണ്ട്. സോ ഒരു 8 മണിക്ക് മുന്നെങ്കിൽ നിങ്ങൾ എത്താൻ നോക്കാട്ടോ, അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. ഒരു 10 രൂപയോട് കൂടി നമ്മൾ താഴേക്ക് ഇറങ്ങി. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതുകൊണ്ട് 20 ദിർഹംസ് മാത്രമാണ് നമുക്ക് പേ ചെയ്യേണ്ടി വന്നത്. അതല്ലെങ്കിൽ 210 ദിർഹംസ് കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നതാണ് ലാഭം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സോ നമ്മൾ ഒരു എക്സ്ട്രാ പേയ്മെന്റ് അടയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ബീച്ച് ഏരിയയിലേക്കാണ്. അവിടെ കണ്ടൊരു വാട്ടർഫോൾസ് ആണ് കേട്ടോ ഇത്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ബീച്ച് ഏരിയയിൽ പോയി. അവിടെ കുറച്ച് വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇറങ്ങാനൊരു പ്ലാൻ ഇല്ല. വിന്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും വാട്ടർ സ്പോർട്സിന് വേണ്ടി മാത്രമായിട്ട്. ഇപ്പൊ നമ്മൾ എന്തായാലും തിരിച്ചു പോവാണ്. രാവിലെ എണീറ്റിന് ഒരു ക്ഷീണം നമുക്ക് രണ്ടാൾക്ക് ഉണ്ടെങ്കിൽ നിച്ചു നല്ല ഫുൾ ഓൺ മൂഡിലാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.